ഇപ്പോൾ ശ്രീ ഷാഫി ചാരിയും കൈപൊക്കിയതുകൊണ്ട് അങ്ങ് പറയൂ. ശ്രീ എ സജീവൻ പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് ഈ രാഷ്ട്രീയ രംഗത്ത് ആളുകളോടൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു വ്യക്തത വരുത്തേണ്ടത് ജലീലിന് കൊടുക്കുന്ന മറുപടി ആയിട്ടല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി ആയിട്ടാണ് പറയേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഒറ്റ കാര്യം പറയാനാണ്. അതായത് സജീവൻ ഇവിടെ പറയുണ്ടായി 5.25 ലക്ഷമോ 5.5 ലക്ഷം രൂപ സാലറി, അത്രയും വലിയ ഒരു ഇമ്മൻസ് തുക സാലറി കിട്ടാൻ എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത് ചോദിച്ചു. ഒന്ന്, KT ജലീലിൻ്റെ ആരോപണമാണ് 5.5 ലക്ഷം സാലറി ഉണ്ട് എന്നുള്ളത്. ഫിറോസ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത്ര ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എത്രയാണെന്നാണ് അറിയണമെങ്കിൽ അതിനാണ് ഞാൻ ആദ്യം തന്നെ സ്മൃതിനോട് ചോദിച്ചത്. ഒരാളോട് നിൻ്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ടോ? മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം ഇതിൽ അല്ല, അത് ഞാൻ അടുത്ത അവസരത്തിൽ പറയാം. ഇതിൽ ഞാനത് പൊതുപ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ശ്രീ ഷാഫി ചാലിയം. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം കുറച്ചുകൂടി സുതാര്യമാക്കേണ്ടതുണ്ട്. ആയിരിക്കാം. അതായത് ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഇദ്ദേഹം ഭരണപക്ഷത്തിൻ്റെ ഭാഗമല്ല, ഇദ്ദേഹം പ്രതിപക്ഷത്തുള്ളൊരു കക്ഷിയാണ്. പിന്നെ അതേ സമയത്ത് തന്നെ ഇവിടെ ഭരണപക്ഷത്തിൻ്റെ ഭാഗമാണ് ജലീൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ ജലീൽ എന്തെങ്കിലും ഫിറോസ് വല്ലതും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഈ സ്റ്റേറ്റിലെ അന്വേഷണ ഏജൻസികളുണ്ട്. ഈ ഫേസ്ബുക്കിൽ മാന്തലും തോണ്ടലും വെല്ലുവിളിക്കലല്ല വേണ്ടത്. ഒരു പരാതിപ്പെടല്ലോ, ഇന്ന ആൾക്ക് ഇന്ന ദുരൂഹമായ രീതിയിൽ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണ ഏജൻസിനെ എന്താ ഏൽപ്പിച്ചാൽ എന്താ? ഈ കത്തുവ പ്രശ്നം ഇതേമാതിരി പിണറായിൻ്റെ പോലീസ് തന്നെ അന്വേഷിച്ചെന്താണ്? അത് രാഷ്ട്രീയ പ്രേരിതമാണ്, കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് തള്ളിയല്ലോ. അതുപോലെ ഭരണവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സംവിധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എക്ക് എന്തുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ മാത്രം പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കാതെ അന്വേഷണ സംവിധാനത്തിന് ഉപയോഗപ്പെടുത്തിക്കൂടെ? അപ്പോൾ ചോദിക്കേണ്ടവർ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഫിറോസ് ഉത്തരം കൊടുക്കും. എല്ലാവരും ഒരു പബ്ലിക്കിനോട് പോയിട്ട് പണ്ടൊരാൾ പറയുന്നത് പുരുഷനോട് ശമ്പളവും സ്ത്രീയോട് വയസ്സും ചോദിക്കാൻ പാടില്ല ഒരു ചൊല്ലുണ്ട്. ഈ ചൊല്ല് പറഞ്ഞ് എന്നെ ഇടങ്ങേറായതാണ്. കാണുന്നുണ്ട്, പല ചൊല്ലുകളായി അത്തരത്തിൽ വരുന്നുണ്ട്. ഈ ചൊല്ലിനോട് എനിക്ക് യോജിപ്പില്ല. നേരത്തെയും പറയുന്നുണ്ടായിരുന്നു ആൺകുട്ടിയാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ ഇതൊന്നുമില്ല. പുതിയ ചൊല്ലുകളിലേക്ക് വരുന്നത് അതൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. ശരി, തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും. ശരി, ഞാൻ ആർഷോയിലേക്ക് എത്താം. ആർഷോ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.